ഹലോ. ദേ ഈ ഫാബ്രിക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ റിവ്യൂ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ട് എളുപ്പം നമുക്ക് കോളർ വെച്ചിട്ടുള്ള ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഗൈഡ് ലൈൻ ആട്ടോ ഈ വീഡിയോ. അപ്പോൾ അധികം കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് ട്രേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഷോൾഡർ, ആം ഹോള്, പിന്നെ സൈഡിലെ ഷേപ്പ്, പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ, വേസ്റ്റിൻ്റെ അവിടെ, പിന്നെ നമ്മുടെ സ്ലിറ്റ് പോയിൻ്റ് എവിടെയാണോ അത്, പിന്നെ നമ്മുടെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത്രയും മെഷർമെൻറ്റ്സ് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം കേട്ടോ. ഇത്രയും മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് താഴേക്ക് കോളറില്ല, അപ്പം വീടെ 7 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തിയെടുക്കുക. എവിടെയാണോ 7 വരുന്നത് ആ 7ൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് 7 ഇഞ്ച് വന്ന് നിൽക്കുന്ന ആ പോയിൻറ്റും നമ്മൾ നേരെ ചരിച്ചൊരു അരേഞ്ച് എടുത്തില്ലേ ആ പോയിൻറ്റിലൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി ആ കോളർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് അടിച്ചെടുക്കാം. രണ്ട് സൈഡും ഷോൾഡർ അടിച്ചെടുത്തു. അതിനുശേഷം നമുക്കിനി കോളറിൻ്റെ മെഷർമെൻറ്റ് നോക്കണം. കോളർ റൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കോളറിൻ്റെ പീസ് വെട്ടാൻ. അപ്പോൾ ഫുള്ളായിട്ട് ആ താഴെ കൊടുത്തിരിക്കുന്ന 2 കട്ടിങ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കണം. എനിക്ക് 21.5 വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു 2-2.5 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തിട്ട് 24 എടുത്തത്. കോളറിന് വേണ്ടിയിട്ട് ഞാൻ ആ ബോട്ടം പാർട്ടിൽ കുറച്ച് മെറ്റീരിയലാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ലെങ്ത്ത് കറക്റ്റ് 24 എടുത്തു. വീതി ഞാൻ 1.5 ഇഞ്ചാണ് എടുത്തത്. പക്ഷേ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇട്ടപ്പോഴത്തേനും 1.5 വേണ്ടായിരുന്നു, 1 മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് എടുക്കുക കേട്ടോ. ക്യാൻവാസോടെ വെച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. എന്നിട്ടത് അയൺ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ പീസ് നമ്മൾ നമ്മുടെ കുർത്തിയുടെ നല്ല വശത്ത് നമ്മൾ 2 കട്ടിങ് ഇട്ട് കൊടുത്തില്ല, കട്ടിങ്ങിൻ്റെ അവിടെ തുടങ്ങി റൗണ്ട് അടിച്ച് ഇപ്പുറത്തെ കട്ടിങ്ങിൻ്റെ അവിടെ വരെ അടിച്ചെടുക്കണം. ഫുള്ള് നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കിന് എക്സ്ട്രാ 2 കുറച്ച് ഫാബ്രിക് കൂടുതൽ വേണം. അപ്പോൾ അത് നമ്മൾ മടക്കി അകത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് പതിച്ചടിക്കണം. അപ്പം നമ്മുടെ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി സ്ലീവിൻ്റെ നോക്കാം. സ്ലീവ് ഞാൻ ചെറിയൊരു പഫ് വരുന്ന രീതിയിലാട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്ത്. അപ്പം ലെങ്ത്ത് 12 ഇഞ്ച് എടുത്തു. എനിക്ക് 10 ഇഞ്ച് മതി. 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കാനാണ് കേട്ടോ 12 എടുത്ത്. സ്ലീവിൻ്റെ വീതി ഞാൻ 9-10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എൻ്റെ ആം ഹോൾ വരുന്നത് 14 ഇഞ്ച് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടു. അവിടുന്ന് താഴേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് മേളിലൊരു 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടോ. ഇതാണ് നമ്മൾ പഫിന് എടുക്കുന്നത്. നമ്മൾ സെൻറ്റർ കണ്ട ആ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇട്ടിട്ട് അത് ചരിച്ച് സ്ലീവ് അങ്ങോട്ടേക്ക് 10ലേക്ക് ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്ത് വരച്ചാട്ടോ. ഇനി ആ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടേക്കുന്ന സൈഡ് 2 കട്ട് ചെയ്തിട്ടില്ലേ അവിടേക്ക് ഇങ്ങനെ ചെറിയ പ്ലേറ്റ്സ് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. എനിക്കതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ 2 സൈഡും ഞാൻ തയ്ച്ചെടുത്തു കേട്ടോ. കൂടെ തന്നെ താഴെ വശത്ത് 1 ഇഞ്ച് മടക്കി 2 ഇഞ്ച് 12 ലെങ്ത് എടുത്തത്. അപ്പോൾ 10 ഇഞ്ചിലേക്ക് 1 ഇഞ്ച് വെച്ച് മടക്കി 2 മടക്കി അതും കൂടെ അടിച്ചെടുത്തു കേട്ടോ 2 സൈഡിലെ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ കട്ട് ചെയ്തെടുക്കുന്ന പീസിലേക്ക് നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇങ്ങനെ തിരിച്ച് വേണം വെക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് 2 സൈഡിലേക്കും ആദ്യമേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക്, പിന്നെ അടുത്തത് അപ്പുറത്തെ സൈഡിൽ നിന്ന് താഴേക്ക് അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ കേട്ടോ വരുന്നത്, നേരെ കറക്റ്റാവും. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിട്ട്, നമ്മുടെ ആം ഹോള്, പിന്നെ സൈഡിലെ ഷേപ്പ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് എത്രയാണോ ലൂസ് ഇട്ട് വേണം കേട്ടോ. എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ഇട്ടെടുക്കാം. എന്നിട്ട് താഴെ നമ്മുടെ ലെങ്ത്തിൻ്റെ അവിടെ കൂടെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി റെഡി കേട്ടോ. പിന്നെ ഷേപ്പൊക്കെ എത്രയാണെന്ന് ഇട്ട് നോക്കിയതിന് ശേഷം അടിക്കുന്നതായിരിക്കും നല്ലത്. ഞാനങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് ചെറുതായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ അറിയാം, എന്നാലും ഇങ്ങനത്തെ കോളറൊക്കെ ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ.